ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പാക്സ് എന്നുള്ളതാണ്. ഓക്കെ, പാക്സ് സിമ്പിൾ അതിൻ്റെ ഫുൾ ഫോം വിച്ച് മീൻസ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ദാറ്റ് ഈസ് പാക്സ് എന്ന് പറയുന്നത്. ടേം വൈസ് ഇതൊരു നമ്മളൊരു വീഡിയോയിൽ ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞാണ് അല്ലേ. അപ്പോൾ മെയിനായിട്ട് നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് ആൻഡ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. Is it okay? അപ്പോൾ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അതിൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ ഈ പാക്ട് എന്ന് പറയുന്നത്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ മെയിനായിട്ട് 4 ഹെഡുകൾ, 4 ഡിവിഷൻസ് വരുന്നുണ്ട്. ഒന്ന് ആണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി 1904, സ്മാൾ സൈസ്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ടേം പറയാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1945, ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി 1956, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1958 ആൻഡ് ഫാമേഴ്സ് സർവീസ് സൊസൈറ്റി 1972. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഇത്രയും കാറ്റഗറീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാക്ക് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ളതാണ് നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വരുന്ന റൂട്ട് ലെവലിലുള്ള ഒന്നാണ് ഈ പാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ അണ്ടറിൽ നമ്മൾ മെയിനായിട്ട് 5 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി 1904 ആൻഡ് സ്മാൾ സൈസ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാമേഴ്സ് സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മൾ ഒന്നാമത്തെ ടേം എന്താ പഠിച്ചത്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി 1904. ആക്ച്വലി അതിനെ നമുക്ക് സ്മാൾ സൈസ്ഡ് സൊസൈറ്റീസ് എന്ന് പറയാം. സ്മാൾ സൈസ്ഡ് സൊസൈറ്റി. ഓക്കെ, ആൾസോ നോൺ ആസ് സ്മാൾ സൈസ്ഡ് സൊസൈറ്റി. ഇതെന്ന് പറയുമ്പോൾ റൈസ് ഫണ്ട് ഫോർ ഗ്രാൻഡിങ് ലോൺ ടു ദ മെമ്പേഴ്സ് ആൻഡ് പ്രൊമോട്ട് ദ സ്പിരിറ്റ് ഓഫ് സെൽഫ് ഹെൽപ്പ് ആൻഡ് ഡ്രിഫ്റ്റ് ആൻഡ് 10 or more person can apply for the registration of an agriculture credit society. സ്മാൾ സൈസ്ഡ് സൊസൈറ്റി ഇത്രയേ ഉള്ളൂ. ഈ മെയിനായിട്ട് നമ്മുടെ സെൽഫ് ഹെൽപ്പും ഡ്രിഫ്റ്റും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിലുള്ള മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി ഈ സ്മാൾ സൈസ്ഡ് സൊസൈറ്റി 10 അതിലധികം 10 or more പേഴ്സൺസിനാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയേ ഉള്ളൂ സ്മാൾ സൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി MPCs, മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ദ എസ്റ്റാബ്ലിഷിംഗ് ക്ലോസ് ആൻഡ് കണ്ടിന്യൂസ് കണക്ഷൻ വിത്ത് ദ മെമ്പേഴ്സ് ആൻഡ് എൻകറേജിങ് കോൺസ്റ്റന്റ് കൺസൾട്ടേഷൻ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ആൻഡ് ദ സൊസൈറ്റീസ്. ഓക്കെ, ഇനി ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ മൾട്ടിപർപ്പസ് എന്ന് പറയുമ്പോൾ അതിൽ ടേമിൽ തന്നെ ഉണ്ട്, ഇത് പർപ്പസ് ഈസ് മൾട്ടി. So supply of finance, help development of agriculture, betterment of the life of villagers, finance crop productions like as act as an agent for sale of crop as the nearest cooperative marketing society. അപ്പോൾ ഇതാണ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ്. അപ്പോൾ സ്മാൾ സൈസ് കഴിഞ്ഞു, MPCs കഴിഞ്ഞു. ഇനി അടുത്തൊരു ടേമാണ് ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി. ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു പ്രൊവൈഡ് adequate credit and to also expected to provide adequate service to the farming community. ഫാമിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റും അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഡിപ്പെൻഡ് അപ്പോൺ ദ ഈ ഇതിലെ ടേമിൽ തന്നെ ഇറ്റ്സ് വെരി ക്ലിയർ വാട്ട് ഇറ്റ് മീൻ, സ്മാൾ സൈസ് ഓർ ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി ഓർ ദ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ലൈക്ക് നെക്സ്റ്റ് ആണ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ ബാങ്ക് എന്ന് പറയുന്നത്. സർവീസ് കോപ്പറേറ്റീവ് ഇറ്റ് ഈസ് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജസ് ഹു ഹാവ് വില്ലിംഗ് ടു കമ്പൈൻ ഫോർ ദ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ ഇൻ മീറ്റിംഗ് ദയർ കോമൺ എക്കണോമിക് റിക്വയർമെൻറ്റ്സ് ആൻഡ് ഇൻ ഇൻക്രീസിംഗ് ദ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. മെയിനായിട്ട് ഈ ലോൺസ് ഇഷ്യൂ ചെയ്യുക, പ്രൊവൈഡിങ് സ്റ്റോറേജ് ഫെസിലിറ്റി, സർവീസുകളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ എയിം ചെയ്യുന്നത്. ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേ ആർ പ്രൊവൈഡിങ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ലൈക്ക് ഓക്കെ ബാങ്കിങ് ബിസിനസ്, supply of farm requirements, development activities, marketing of agriculture products is like ഇങ്ങനെ കുറേ തരത്തിലുള്ള സർവീസസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ഫാമേഴ്സ് സർവീസ് സൊസൈറ്റി. ഓക്കെ, it is the function as a primary society at the village level undertaking all activity conducting to economic betterment of the life of the members. ഓക്കെ, ഫാമേഴ്സ് സർവീസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള മെമ്പേഴ്സ് ഇതിലൊക്കെ മെയിനായിട്ടുള്ള കോറായിട്ടുള്ള തീം എന്ന് പറയുന്നത് അതിലുള്ള മെമ്പേഴ്സിൻ്റെ തന്നെ ബെറ്റർമെൻറ്റ് ഓഫ് ലൈഫും അവർക്ക് തന്നെ നമ്മൾ എന്താണ് ഒത്തിരി അതിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ തീം. മിഡിൽമെൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അവർ മെയിൻ
ഉദ്ദേശിക്കുന്നത്. കാരണം മിഡിൽമെൻ വരുമ്പോൾ നോർമലി സ്വാഭാവികമായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് അവരിലേക്കും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് മിഡിൽമെനെ അവോയ്ഡ് ചെയ്തിട്ട് അതിലുള്ള മെമ്പേഴ്സിനെ തന്നെ നമുക്കറിയാം അതിലുള്ള മെമ്പേഴ്സ് തന്നെയാണ് അവരുടെ കസ്റ്റമറും അതേപോലെ എന്തെന്ന് പറയുന്നതും അവിടുത്തെ കസ്റ്റമറും അതേപോലെ തന്നെ സെല്ലറും എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ ലൈഫിൻ്റെ സെൽഫ് ഹെൽപ്പ് കൊടുക്കുക, അതൊക്കെയാണ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. നോർമലി പാക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഇതിൽ ലാർജ് സൈസ്ഡ് സ്മാൾ സൈസ്ഡ് അതേപോലെ തന്നെ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫാമേഴ്സിൻ്റെ സർവീസ് സൊസൈറ്റി സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇത്രയും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് കോഡായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, ഫൈനലി നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.